മായമ്മ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പലതവണ ഞാനായിട്ട് പറഞ്ഞു നോക്കി, പക്ഷെ ഫലം ഉണ്ടായില്ല. അതുകൊണ്ട് മായമ്മയോട് നേരിട്ട് പറയാമെന്ന് വെച്ചു. എന്റെ അഞ്ജു, നീ എന്താ കാര്യം പറഞ്ഞിട്ട് പോയിക്കേ. ആ ത്രിവേണിയില്ലേ, അവൾ ആളത്ര ശരിയല്ല കേട്ടോ. അവളെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അർജുന്റെ പിന്നാലെ നടക്കുക. പിന്നെ ഒരു കൊഞ്ചിക്കൊഴയിൽ. അഞ്ജു, നീ പറയുന്ന സത്യമാണോ? പിന്നില്ലാതെ. എനിക്ക് ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? മായമ്മ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കും. അവസാനം ചെക്കൻ കൈവിട്ട് പോയിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതാരെന്റെ ബാഗ് എടുത്ത് വെച്ചേക്കുന്നത്? മമ്മ എന്റെ ബാഗ് ആരോട് എടുത്ത് വെച്ചേക്കുന്നത്? ഞാനാ. എന്തിന്? നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോ. എന്തിന്? കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. നീ എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പോയിക്കോ. ദുബായിലേക്കാ? അതിന് മാത്രം എന്തെപ്പോഴുണ്ടായ? അർജുൻ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. ഞാൻ പറയുന്ന മാത്രമേ കേട്ടാ മതി. എത്രയും പെട്ടെന്ന് ലഗേജ് എടുക്കാൻ പോയിക്കൊള്ളണം. മമ്മി പറ, എന്നെ ദുബായിക്ക് പറഞ്ഞുവിടാൻ മാത്രം ഇപ്പൊ എന്താ ഞാൻ തെറ്റ് ചെയ്ത്? നീ എന്താ തെറ്റ് ചെയ്തെന്നാ? അർജുൻ, ഞാനൊന്നും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട. മമ്മ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം എന്താന്ന്. നീ ത്രിവേണിയായിട്ട് എന്താ? ത്രിവേണിയാ? ത്രിവേണിയായിട്ട് എന്ത്? ത്രിവേണിയായിട്ട് ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായി. ആ ത്രിവേണി ഞാനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മമ്മിക്ക് സംശയം അല്ലേ? എന്റെ മമ്മി ഇത്ര വണ്ടിയായി പോയല്ലോ. ആ ത്രിവേണിയായിട്ട് ഞാൻ. മമ്മി എന്നെ പറ്റി ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? അശ്ശേ, എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല. ത്രിവേണി മമ്മി, ഇതിലും എത്ര കൊടി കെട്ടിയ പെമ്പിളരെ പിറകെ നടന്നതാ. എന്നിട്ട് ഞാൻ വീണിട്ടുണ്ടോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടുകാരി പെണ്ണ്. മമ്മി ഇത്ര ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ മമ്മി. അല്ല മോനെ അർജുൻ, മമ്മേനെ ചുമ്മാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതല്ല അർജുൻ. മമ്മി ഒന്നും പറയണ്ട. അയ്യേ മമ്മി, നമ്മളെവിടെ കിടക്കുന്നു അവളെവിടെ കിടക്കുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താ അവളുടെ സ്റ്റാൻഡേർഡ്? മമ്മിക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ? എന്നാലും ത്രിവേണിയായിട്ട് ഞാൻ. എന്റെ മമ്മിക്ക് അത് വിശ്വാസമായിരിക്കും. ഞാൻ പോയേക്കാം. ഇല്ല, എനിക്ക് എന്റെ മോനോട് വിശ്വാസക്കുറവൊന്നുമില്ല. അർജുൻ പറയുന്നതിനും മമ്മിക്ക് വിശ്വാസം. അല്ല, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പോയേക്കാം. എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത്. അതൊന്നും വേണ്ട, അതൊക്കെ മറന്നേര്. മമ്മിക്ക് മമ്മിയുടെ മോനോട് വിശ്വാസമാണ്. ഓക്കെ, മോൻ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല. ശരി മമ്മി. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ആ അർജുൻ, പിന്നൊരു കാര്യം. ഇനിയിപ്പം അവൾ ഇങ്ങോട്ട് വന്നിട്ട് അടുക്കാൻ നോക്കിയാലും മോൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ മമ്മി, അവളുടെ പുറകെ നടക്കാനുള്ള വർത്ത് അവൾക്ക് ഉണ്ടോ? അതില്ല. അത് അറിഞ്ഞാൽ മതി മമ്മി. ഞാൻ അവളെ പിള്ളേർക്ക് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മോനെ, മമ്മിക്ക് എന്റെ പൊന്നു മോനെ വിശ്വാസം. ഓക്കെ മമ്മി. ശരി, എന്നാലെന്റെ മമ്മി പോടാ. എനിക്ക് നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞില്ലേ? വെറുതെ എടുത്ത് ചാടിയിട്ട് അവനോട് ചോദിക്കണ്ടായിരുന്നു. അവനത് വിഷമായോ?